പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിർമ്മാണ മേഖലയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് എങ്ങനെ നിശ്ചയിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഈ എസ്റ്റിമേറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ട് വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് പ്രാഥമികമായിട്ട് നമ്മളുടെ നിർമ്മാണ മേഖലയിൽ ഒരു വീടിൻ്റെ വർക്കോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കോ നമ്മൾ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് സാധാരണ എന്തൊരു വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിലും ആ വാങ്ങുന്ന വസ്തുവിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഈ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റുകൾ പലപ്പോഴും നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ആ 1000 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് അളവാണ് 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഒരു കൊട്ടേഷന് വേണ്ടി വരുന്നത്. പക്ഷെ ആ കൊട്ടേഷൻ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിന് വെട്ടുകല്ലാണോ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ മരം ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഫ്ലോറിംഗ് ടൈൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സിമെന്റിന്റെ ബ്രാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾക്ക് അതിൻ്റെ വർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന TMT ബാറുകൾ ഏത് കമ്പനിയുടേതാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ അതിൻ്റെ A to Z കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു മെഷർമെന്റ് തയ്യാറാക്കണം. എന്നിട്ട് ആ ബ്രാൻഡ് വെച്ചുകൊണ്ട് അതിൻ്റെ അളവും ക്വാണ്ടിറ്റിയും വെച്ചുകൊണ്ട് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഏകദേശം ഇത്ര രൂപയ്ക്ക് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു വീടിൻ്റെ ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഒരിക്കലും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇതിന് ഒരു റേറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 1850 രൂപ മുതൽക്ക് 2850 രൂപ വരെയുള്ള കൊട്ടേഷൻ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്നും ഓരോ കരാറുകാർക്കും അവരുടേതായ ഐഡിയക്കാണ് ഈ ഒരു കൊട്ടേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് സാധനം ഉപയോഗിച്ച് ഏത് രീതിയിൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് അതിനെ ആസ്പദമാക്കിയിട്ടാണ് സത്യത്തിലൊരു കെട്ടിടത്തിൻ്റെ റേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ഈ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള നിരവധി വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് നമുക്കൊരു വർക്കിനെ 3 തരംതിരിക്കേണ്ടതുണ്ട്. അതിൽ ലക്ഷറി, പ്രീമിയം, എക്കണോമി. അപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസിൻ്റെ വീട് വർക്ക് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ്. അത് നമുക്കൊരു പാക്കേജ് ആയിട്ട് തന്നെ സത്യത്തിൽ ബഡ്ജറ്റിനനുസരിച്ച് ഓരോരുത്തരും തിരഞ്ഞെടുക്കണം. അപ്പോൾ ലക്ഷറി വീട് എന്ന് പറഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള വസ്തുക്കളും അതുപോലെ കുറച്ച് ആഡംബരമുള്ളതുമായിട്ടുള്ള വീടുകളാണ്. പ്രീമിയം എന്ന് പറഞ്ഞത് ഈടും ഭംഗിയും ആധുനിക ശൈലിയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വീടാണ്. എക്കണോമി എന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരൻ്റെ വീടാണ്. പക്ഷേ അത് വളരെ ചെലവ് ചുരുങ്ങിയതും എന്നാൽ നിലവാരം ഒട്ടും കുറയാതെ നിർമ്മിക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വീട് ഏതാണോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം ഒരു ക്ലയൻറ്റ് ആദ്യമേ അതിനെ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് അത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഒരു മിഡിൽ ക്ലാസ് വർക്ക് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ ആ പ്രീമിയം ക്വാളിറ്റീൻ്റെ ഒരു വർക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം, 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 2500 വെച്ച് കൂട്ടിയാൽ നമുക്ക് ഏകദേശം 25 ലക്ഷം രൂപയാണ് ഈ വീടിന് ചെലവ് വരുന്നത്. അതുപോലെ തന്നെ ആ ചെലവ് വരുന്ന വീട് പണിക്ക് എന്തെല്ലാം മെറ്റീരിയൽ, അതുപോലെ തന്നെ ഏത് ബ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഏത് വർക്ക്, ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയിൽ വരുന്ന ഏത് ചെയ്യുകയാണെങ്കിലും കൺസ്ട്രക്ഷൻ എന്നതിന് ഈ 6 നമുക്ക് തരംതിരിക്കേണ്ടതുണ്ട്.
സ്ട്രക്ചറൽ വർക്ക്, മരപ്പണിയുടെ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്, ഫ്ലോറിംഗ് വർക്ക്, പെയിന്റിംഗ് വർക്ക്. ഈ 6 വർക്കുകൾ എല്ലാ കാറ്റഗറിയിൽ വരുന്ന വീടിനും ഉണ്ടാകും. ആ 6 വർക്കിനെയാണ് നമ്മൾ എഗ്രിമെന്റിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കേണ്ടത്. ഇപ്പൊ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്കാവേഷൻ മുതൽ അതിന്റെ തറ നിർമ്മിക്കുക, അതിന്റെ മുകളിൽ ഒരു ബെൽറ്റ് വാർക്കുക, ആ ബെൽറ്റിന്റെ ഒക്കെ അളവുകളും ബ്രാൻഡുകളും പറയണം മെറ്റീരിയലിന്റെ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ വെട്ടുകല്ലാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ആ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ട് അതിന്റെ ഹൈറ്റ് മെൻഷൻ ചെയ്യണം. എന്നിട്ട് ആ ഹൈറ്റ് മെൻഷൻ ചെയ്ത് അത് പടുത്തു കഴിഞ്ഞ് അതിൽ വരുന്ന ടു സെറ്റ് കോൺക്രീറ്റിന്റെ വർക്ക് പ്ലാൻ പ്രകാരം ചെയ്യും വേണം. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറൽ വർക്ക് എന്നതിനെ നമ്മൾ ആസ്പദമാക്കി പറയുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ വർക്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും എഗ്രിമെന്റ് എഴുതുന്ന വ്യവസ്ഥയിൽ വെക്കേണ്ടതും ഈ സ്ട്രക്ചറൽ വർക്കിലാണ്. കാരണം അതിന്റെ തേപ്പിന്റെ മിക്സിങ് മുതൽക്ക് കല്ല് പടുക്കുന്നതിന്റെ കൂട്ട് വരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സ്ട്രക്ചറൽ വർക്ക് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ മുകളിലേക്ക് വരുന്നത് നമ്മൾ മരത്തിന്റെ വർക്കുകളാണ്. ഈ മരത്തിന്റെ പണി വെക്കുന്ന സമയത്ത് നമ്മൾ എഗ്രിമെന്റിൽ വ്യവസ്ഥാ പ്രകാരം എഴുതേണ്ടതുണ്ട്. ഓരോ സമയത്തും കട്ടില് എവിടെ ഏത് മരമാണ് വെക്കേണ്ടത്, ഈ ജനലിന്റെ പൊളി എന്താണ്, അതിന് കുറ്റിംകുളത്ത്, വിയ്യാബൂരി, ലോക്കുകൾ, ഇതൊക്കെ ബ്രാൻഡ് തന്നെ എഴുതി നമ്മൾ തയ്യാറാക്കപ്പെടണം. അതേപോലെ തന്നെ ജനലിന് ഈ കമ്പിയും പട്ടയും വെക്കുന്നുണ്ട്, അതൊക്കെ സ്റ്റീലാക്കി വെക്കണം എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നമുക്കറിയാം ഇലക്ട്രിക്കൽ വർക്കാണ്. ഇലക്ട്രിക്കൽ വർക്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർക്കാണ്. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾ ചെയ്യേണ്ട വർക്കാണ്. മാത്രമല്ല അതിന് നമ്മൾ ബെഡ്റൂമിൽ വെക്കേണ്ട ഓരോ പോയിന്റുകളും എത്രയെന്ന് പറയണം, ഡൈനിങ് ഹാളിൽ എത്ര പോയിന്റുകൾ വേണം എന്നൊക്കെ വിശദമായി പ്രതിപാദിക്കേണ്ടതുണ്ട്. അതുപോലെ പ്ലംബിംഗ് വർക്ക് അതിൽ വരുന്നതും അതുപോലെ തന്നെ എന്തെല്ലാം വർക്കുകൾ ഏത് കമ്പനിയുടേത് ഉപയോഗിച്ച് പ്ലംബിംഗ് വർക്കുകൾ ചെയ്യണം, എവിടെയൊക്കെ ടാപ്പുകൾ വെക്കണം, അതുപോലെ തന്നെ സിങ്ക് എവിടെ വെക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കണം. അപ്പോഴാണ് കൃത്യമായി ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നീട് ഫ്ലോറിങ്ങിന്റെ കാര്യമാണ്. ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റണം എങ്ങനെയൊക്കെ സിറ്റ് ഔട്ടിൽ എന്ത് ചെയ്യണം, അതുപോലെ സ്റ്റെയർ കേസിന് എന്ത് ചെയ്യണം, അങ്ങനെ ബാത്റൂമിന്റെ ഉള്ളിൽ എത്ര ഹൈറ്റിൽ വാൾ ടൈൽ വെക്കണം, സാനിറ്ററി ഐറ്റംസ് എന്തൊക്കെ നമ്മളെ ബാത്റൂമിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സാനിറ്ററി ഐറ്റംസ് വെക്കുന്ന സമയത്ത് അതിന്റെ ബ്രാൻഡ് തന്നെ നമ്മൾ എഗ്രിമെന്റിൽ വ്യവസ്ഥ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ പല രീതിയിലുള്ള സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പൊ അത് വളരെയധികം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് പെയിന്റിംഗ് ആണ് വരുന്നത്. വീട് നമ്മൾ എങ്ങനെയൊക്കെ നിർമ്മാണം നടത്തിയാലും പെയിന്റിങ്ങിലാണ് ഒരു വീടിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ ആ പെയിന്റിങ് നമുക്ക് എത്ര കോട്ട് പുട്ടി അടിക്കണം, എമൽഷൻ ഏത് കമ്പനിയുടേത് വാങ്ങണം, അതുപോലെ മരത്തിന് എവിടെയൊക്കെയാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ മരത്തിന് പ്രൈമർ അടിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മൾ അതിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്താൽ മാത്രമാണ് ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാനും നാളെ ഈ ക്ലയന്റിനേറ്റ് കരാറുകാരൻ കൂടെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എഗ്രിമെന്റ് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുള്ളൂ. ഒരു പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർക്ക് എങ്ങനെ നമ്മളുടെ വീട് സ്വപ്നഭവനം നിർമ്മിക്കണം എന്നതിൻ്റെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അത് എഴുതി തയ്യാറാക്കിയിട്ട് ഒരു കരാറുകാരൻ്റെ അടുത്ത് കൊടുത്താൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ അതിന് റേറ്റ് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.